ബംഗളൂരുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം കടന്നുപോകേണ്ട റൂട്ടിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. ബംഗളൂരു സൗത്ത് SP R ശ്രീനിവാസാണ് സബ് ഇൻസ്പെക്ടർ അടക്കം 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. മെയ് 10-ന് ബംഗളൂരു സൗത്ത് ജില്ലയിലെ വഡേരഹള്ളി ഗേറ്റിന് സമീപമാണ് സംഭവമുണ്ടായത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകേണ്ട റൂട്ടിൽ കുപ്പറെഡ്ഡി കേരയ്ക്ക് സമീപത്ത് സംശയകരമായ സാഹചര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ട പെട്ടി പരിശോധിച്ചപ്പോഴാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി കടന്നു പോകുന്നതിന് 1.5 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ലഭിച്ചത്. 2 ജലാറ്റിൻ സ്റ്റിക്കുകൾ, തീപ്പെട്ടികൾ, കർപ്പൂരം, ബാറ്ററികൾ, വയറുകൾ, റിയൽ ടൈം ക്ലോക്ക്, LCD ഡിസ്പ്ലേ എന്നിവയാണ് പാക്ക് ചെയ്ത ബോക്സിലുണ്ടായിരുന്നത്. അന്വേഷണം പൂർത്തിയാകും വരെയാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ബംഗളൂരു സൗത്ത് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. ബംഗളൂരുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം കടന്നുപോകേണ്ട റൂട്ടിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ ഏതായാലും 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ബംഗളൂരു സൗത്ത് SP ആയ R ശ്രീനിവാസാണ് ഇത്തരത്തിൽ സബ് ഇൻസ്പെക്ടർമാരടക്കം 6 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്നതിന് 1.5 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ബോക്സ് കണ്ടെത്തിയത്. സസ്പെൻഡ് ചെയ്യപ്പെട്ട പോലീസുകാരുടെ പേര് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല. മെയ് 10-നാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വഡേരഹള്ളി ഗേറ്റിന് സമീപമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകേണ്ട റൂട്ടിൽ കുപ്പറെഡ്ഡി കോരയ്ക്ക് സമീപമായാണ് സംശയകരമായ സാഹചര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ട പെട്ടി പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി കടന്നു പോകുന്നതിന് 1.5 മണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ ലഭിച്ചത്. 2 ജലാറ്റിൻ സ്റ്റിക്കുകളും, തീപ്പെട്ടികൾ, കർപ്പൂരം, ബാറ്ററികൾ, വയറുകൾ, റിയൽ ടൈം ക്ലോക്ക്, LCD ഡിസ്പ്ലേ എന്നിവയാണ് ഇത്തരത്തിൽ പാക്ക് ചെയ്ത ബോക്സിൽ ഉണ്ടായിരുന്നത്. അന്വേഷണം പൂർത്തിയാകും വരെയാണ് പോലീസുകാർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ട് ബംഗളൂരു സൗത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല.